ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യന്റെ മുൻപിൽ ആദ്യമായി അടയ്ക്കപ്പെട്ട വാതിൽ മറ്റൊന്നായിരുന്നില്ല, പറുദീസായുടെ വാതിലായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം മനുഷ്യന് നഷ്ടമായ ആ വാതിൽ തുറന്നു വരുവാൻ മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ ജന്മമെടുത്തുവല്ലോ. നമ്മോടൊപ്പം മനുഷ്യനായി, നമുക്ക് സമീപസ്ഥനായി നമ്മുടെ കർത്താവ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെയും രക്ഷാകരമായിട്ടുള്ളതായ കഷ്ടാനുഭവത്തെയും ധ്യാനിക്കുവാനായി വീണ്ടും 50 ദിനരാത്രങ്ങൾ സമാഗതമാകുന്നു. വീഞ്ഞില്ലാതെ അടയ്ക്കപ്പെട്ടതായ ആ കലവറയുടെ വാതിൽ കാലാകാലങ്ങളോളം ഓർക്കുവാനായി ആ ഭവനത്തിലേക്ക് ക്രിസ്തു കടന്നു വരുന്നു. അത് മറ്റൊരു ഭവനവുമല്ല, കാനാവിലെ കല്യാണ വീടാകുന്നു. നോമ്പിൻ്റെ തുടക്കം തന്നെ നമ്മുടെ ഗൃഹപരിസരങ്ങളെ കുറച്ചുകൂടി ശ്രദ്ധിക്കുവാൻ ക്രിസ്തു പറയുന്നുവല്ലോ. ഇത്തിരി അശ്രദ്ധ കൊണ്ട് ഒത്തിരി മനുഷ്യരുടെ സന്തോഷങ്ങൾ പോകുന്ന ലോകമാണിത്. കാനാവ് നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളൊക്കെ ഉണ്ട്. ബന്ധങ്ങൾ അത്ര മോശമല്ലെന്നാണ് കാനാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളും തുടങ്ങുന്നത് ഒരു കുടുംബത്തിൽ നിന്നാകുന്നുവല്ലോ. അതുകൊണ്ടായിരിക്കണം തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യത്തെ അടയാളം ഒരു വിവാഹ വിരുന്നിനെ തിരഞ്ഞെടുക്കുന്നത്. നോമ്പ് നോക്കുന്ന എല്ലാ മനുഷ്യരും തങ്ങളുടെ ബന്ധങ്ങളെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. ശിഷ്യന്മാരെ അയക്കുമ്പോൾ പോലും ഇസ്രയേലിലേക്ക് കടന്നു പോകുവാനാകുന്നു അവരോട് ആദ്യം പറയുന്നത്. കാരണം അവരുടെ ഉറ്റവരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാനാകുന്നു പറയുന്നത്. ശിഷ്യ സമൂഹത്തിലേക്ക് പത്രോസിനെ ചേർക്കുമ്പോൾ പോലും അവൻ്റെ അമ്മായിയമ്മയുടെ ദീനത്തിൻ്റെ കിടക്കയിൽ അവൻ പോകുവാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. അതിഥിയെ സ്വന്തം ഭവനത്തിലേക്ക് വിളിച്ചിട്ട് വീഞ്ഞ് പോരാതിരിക്കുന്നതായിട്ടുള്ള ആ ഭവനമുണ്ടല്ലോ, അവരുടെ ആത്മാഭിമാനം വല്ലാതെ കുറഞ്ഞു പോകുമ്പോൾ എത്ര ലളിതമായിട്ടാകുന്നു ഒരമ്മ ആ ഭവനത്തിൻ്റെ നല്ല കൂട്ടായി, നല്ല ബന്ധുവായി അവരോട് ചേർന്നിരിക്കുന്നത്. പരിക്ക് പറ്റിയ മനുഷ്യരെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരുവാൻ നമ്മൾ മുഖാന്തരമാകുന്നത് എത്ര മനോഹരമാകുന്നു. സന്തോഷം കുറഞ്ഞു പോകുന്ന ഒത്തിരി മനുഷ്യർ ഈ ലോകത്തുണ്ട്. നമ്മുടെ വാക്കുകൊണ്ടെങ്കിലും വീഞ്ഞ് പോലെ മധുരമുള്ള അനുഭവം വിളമ്പുവാൻ നമുക്ക് കഴിയട്ടെ. എവിടെയോ വായിച്ചു കേട്ടതായ ഒരു കവിവാക്യം ഇപ്രകാരമാകുന്നു: തമ്മിൽ തൊടുമെന്ന് നമ്മൾ അകറ്റി നട്ടതായ മരങ്ങൾ ഭൂമിക്കടിയിൽ വേരുകളാൽ കെട്ടിപ്പിടിക്കുന്നു. മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോഴാകുന്നു നോമ്പ് സ്വർഗീയമായി മാറുന്നത്. വീണ്ടും കാനാവ് നമ്മെ ശാന്തമായി ഓർപ്പിക്കുന്നുണ്ട് നാമൊക്കെ സൂക്ഷിക്കേണ്ടുന്നതായ കൽഭരണികളെക്കുറിച്ച്. വരുന്നവരുടെ പാദങ്ങൾ കഴുകുവാനുള്ളതാകുന്നു ആ കൽഭരണികൾ. ശുദ്ധീകരണമില്ലാത്തവന് ആ വിരുന്നിലേക്ക് പ്രവേശനമില്ല. മനുഷ്യൻ്റെ പാദങ്ങൾ കാണുവാനും കഴുകുവാനും ഉള്ളതായ ഒരു ക്ഷണമാകുന്നുവല്ലോ നമ്മുടെ നോമ്പെന്ന് പറയുന്നത്. കുറച്ചുകൂടെ വിനീതരാകുവാനാകുന്നു നോമ്പ് നമ്മെ വിളിക്കുന്നത്. പാപം പൊറുക്കുവാൻ വരുന്നവനോട് പോലും വിധിക്കുവാനിരിക്കുന്നതായ ലോകമാണല്ലോ. രക്ഷകനായിട്ടുള്ള മനുഷ്യപുത്രൻ തൻ്റെ സ്നേഹിതന്മാരുടെ പാദങ്ങളെ കഴുകിയതിനെ നമുക്ക് ഓർക്കാം. നമ്മളും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാകുന്നു അവൻ ഈ ലോകത്തിൽ നിന്നും കടന്നുപോയത്. മറ്റുള്ളവരുടെ കാലുകൾ കഴുകുവാൻ നമ്മളുടെ തുരുത്തികളിൽ നമ്മൾ ശേഖരിക്കുന്നതായ വെള്ളം നമ്മുടെ മേശകളിലെ വിരുന്നിനായി മാറ്റുന്ന ഒരു നാഥനുണ്ടെന്ന് കാനാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അവസാന പാദങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: നാടുവാഴി അത്ഭുതപ്പെടുകയാകുന്നു, എങ്ങനെ നിങ്ങൾക്ക് അവസാനം വരെ ഈ നല്ല വീഞ്ഞിനെ സൂക്ഷിക്കുവാൻ കഴിയുന്നുവെന്ന്. വേദം നമ്മോട് ഇങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്: നമ്മുടെ ഓരോ ദിനവും ഇന്നലത്തേക്കാൾ സുന്ദരമാക്കുവാനാകുന്നു ആവശ്യപ്പെടുന്നത്.
പഴയതിനെ തന്നെ വിളമ്പി നമ്മളൊക്കെ മറ്റുള്ളവരെ മടുപ്പിക്കുന്ന ലോകമാണല്ലോ. ആദ്യമുള്ളതായ താല്പര്യങ്ങളും സ്നേഹവും പിന്നീട് നിലനിർത്തുവാൻ ഒരിടത്തും നമുക്ക് കഴിയുന്നില്ലല്ലോ. സ്നേഹവും കരുതലും വിശ്വാസവും എല്ലാം ഒന്നിനൊന്നിന് കുറഞ്ഞു പോകുമ്പോഴാകുന്നു ആർക്കും ഒരത്ഭുതവും ചെയ്യുവാൻ കഴിയാതെ നമ്മൾ ഈ ലോകത്ത് നിന്നും കടന്നു പോകുന്നത്. ദിനം പ്രതി മേന്മയുള്ളത് വിളമ്പുവാനാകുന്നു തമ്പുരാൻ ആവശ്യപ്പെടുന്നത്. ഉള്ളു നിറയെ സ്നേഹവും ദൈവവും കൂടെയുണ്ടെങ്കിൽ ഏത് വെള്ളവും വീഞ്ഞായി മാറും. ആമേൻ.